പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ വിശുദ്ധനും വിശുദ്ധയും ഏതെങ്കിലും ഒരു പ്രത്യേക നിയോഗത്തിൻ്റെ മധ്യസ്ഥരാണ്. അതുപോലെ ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പെരഗ്രിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ പെരഗ്രിൻ ജനിച്ചത് 1260 ഇറ്റലിയിലെ ഫോർലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം പെരഗ്രിൻ വളരുന്നത് വളരെ ആഴമായൊരു വിശ്വാസ ജീവിതത്തിലും അതുപോലെ തന്നെ സേവന മനോഭാവത്തിലും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ആഴമായ വിശ്വാസത്തിൽ വളർത്തുവാനൊക്കെ ആയിട്ട് പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തിയൊക്കെ വളരെ ആഴത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, അദ്ദേഹത്തിൻ്റെ കൗമാര കാലഘട്ടം, അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അതായത് പെരഗ്രിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ വളരെയധികം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കാരണമായി തീർന്നത്. അദ്ദേഹം തൻ്റെ ഒരു പ്രായപൂർത്തിയാകുന്ന ആ ഒരു സമയമായപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ആൻറ്റി പേപ്പൽ മൂവ്മെൻ്റ് എന്ന് പറയുന്ന, അതായത് മാർപ്പാപ്പയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു. അപ്പോൾ ഈ ഒരു യുവത്വത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു മുന്നേറ്റത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് പെരഗ്രിനുണ്ടായിരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും, അതായത് തിരുസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു, അതിനെതിരെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമായിരുന്നു പെരഗ്രിനുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ ബാല്യകാലമൊക്കെ വിശ്വാസത്തിൽ ആഴ്പ്പെട്ടതായിരുന്നെങ്കിലും പിന്നീട് വളർന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് അകന്ന ഒരു ജീവിത മാർഗമാണ് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നത് ഒരു പ്രത്യേക സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ്. അത് ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുസഭയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളെ കാണുമ്പോൾ അദ്ദേഹം അതിനെ എതിർത്തിരുന്നു, അതിനെതിരെ പ്രതികരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ഒരു പള്ളിയിൽ ഒരു ഫിലിപ്പ് ബെനീസിയോ എന്ന് പറയുന്ന ഒരു വൈദികൻ, അദ്ദേഹം പിൽക്കാലത്ത് വിശുദ്ധനായി തീർന്നു. അപ്പോൾ ഈ വൈദികൻ അവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് പെരഗ്രിൻ ചെന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അദ്ദേഹത്തെ ക്ഷതമേൽപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു ആക്രമിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പരിക്കേറ്റ് കിടക്കുമ്പോഴും ഫിലിപ്പ് ബെനീസിയോ അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിനെ എതിർക്കുകയോ എന്തെങ്കിലും തിരിച്ചടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഫിലിപ്പ് ബെനീസിയോ ഒട്ടും തന്നെ പെരഗ്രിനെ തിരിച്ചൊന്നും ചെയ്യാതെ തന്നെ വളരെ ക്ഷമാപൂർവം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് പെരഗ്രിന് മാപ്പ് കൊടുത്തു, എന്നിട്ട് ക്ഷമിച്ചു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഫിലിപ്പിൻ്റെ ഈ ഒരു പ്രതികരണം പെരഗ്രിനും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഇദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ടുമുട്ടൽ എന്ന് നമുക്ക് വേണേൽ പറയാം, ആണ് പിന്നീട് നമ്മുടെ വിശുദ്ധനെ പെരഗ്രിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഫിലിപ്പിൻ്റെ ഈ ഒരു പെരുമാറ്റം, പ്രതികരിക്കാതെ, താൻ ഇത്രയും ഉപദ്രവിച്ചിട്ടും തന്നെ തിരിച്ച് ഉപദ്രവിക്കാതെ തനിക്ക് മാപ്പ് നൽകിയ ആ ഒരു വിശുദ്ധൻ്റെ ആ ഒരു പ്രവൃത്തി ഫിലിപ്പിൻ്റെ മനസ്സിൽ മാനസാന്തരത്തിൻ്റെ വിത്തുകളിൽ വിതച്ചു. അതിനുശേഷം ഫിലിപ്പ് പെട്ടെന്ന് തന്നെ തൻ്റെ ഈ ഒരു തൻ്റെ പ്രവർത്തനത്തിൽ നിന്നൊക്കെ, അതായത് ആൻറ്റി പേപ്പൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു, അതിൽ നിന്നൊക്കെ പിന്നെ അദ്ദേഹം ക്രമേണ പിന്മാറി. ഫിലിപ്പിൻ്റെ അടുത്ത് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ മാറി എന്നുള്ള കാര്യം കൂടുതൽ അദ്ദേഹം അന്വേഷിക്കുവാനായിട്ടും
കൂടുതൽ ദൈവത്തെ കണ്ടെത്തുവാനൊക്കെ ആയിട്ട് പിന്നീട് പെരഗ്രിൻ പരിശ്രമിക്കുകയാണ്. അങ്ങനെ പെരഗ്രിന് വലിയ മാനസാന്തരം തുടർന്ന് സംഭവിക്കുന്നു. അദ്ദേഹം അതിനെ തുടർന്ന് കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിയുകയാണ്. അദ്ദേഹം പിന്നീട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുവാനൊക്കെ ആയിട്ട് ആരംഭിക്കുന്നു. പിന്നെ തൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ആ ഒരു ഭക്തി, മാതൃഭക്തി അദ്ദേഹം പിന്നെ തൻ്റെ ജീവിതത്തിൽ വീണ്ടും തുടരുന്നു. പിന്നെ പരിശുദ്ധ കന്യാമറിയത്തോട് ആഴപ്പെട്ട ഒരു വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാനും കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അതായത് അദ്ദേഹം ആൻറ്റി പീപ്പിൾ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു എന്ന്. അത് മാർപ്പാപ്പയെ എതിർത്ത് നിൽക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാനസാന്തരത്തിന് ശേഷം പെരഗ്രിൻ പിന്നീട് മാർപ്പാപ്പയെ പിൻചെല്ലുവാനായിട്ട് തുടങ്ങി, മാർപ്പാപ്പയെ അംഗീകരിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ആ ഒരു മുന്നേറ്റത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കൂടുതൽ പ്രാർത്ഥനയിലും മാനസാന്തര അനുഭവത്തിലും ജീവിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. പിന്നെ പെരഗ്രിന് സാവധാനം തനിക്കൊരു വൈദികനായി തീരണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ കന്യാമറിയത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥനാപൂർവ്വം അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു. പിന്നീട് മറ്റൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ കന്യാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും കയ്യിലൊരു കറുത്ത ഹാബിറ്റ്, അതായത് വൈദികർ അണിയുന്ന വസ്ത്രം, അതിന് ഹാബിറ്റ് എന്ന് പറയും. അപ്പോൾ അത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ കാണിക്കുന്ന ഒരു ദർശനമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു സഭയിലേക്കാണ് പരിശുദ്ധ കന്യാമറിയം തന്നെ നയിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിലൊരു തീരുമാനമെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. തുടർന്ന് അദ്ദേഹം സെർവൈറ്റ്സ് ഓഫ് മേരി എന്ന് പറയുന്ന സഭയിൽ അദ്ദേഹം വൈദികനായി തീരുകയാണ്. സെർവൈറ്റ്സ് ഓഫ് മേരി ഇത് അദ്ദേഹം നേരത്തെ കണ്ടുമുട്ടിയ ഫിലിപ്പ് ബെനീസിയുടെ അതേ സഭയിൽ തന്നെയാണ് അദ്ദേഹം വൈദികനായി തീരുന്നത്. പിന്നെ ഇദ്ദേഹമായിട്ടുള്ള ഫിലിപ്പ് ബെനീസിയായിട്ടുള്ള ഒരു സൗഹൃദം, നല്ല സൗഹൃദം അവർ തമ്മിൽ പിന്നീട് നിലനിന്ന് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സെർവൈറ്റ്സ് ഓഫ് മേരി എന്ന് പറയുന്ന സഭ അദ്ദേഹം CNIയിലാണ്. ആ CNIയിലാണ് അദ്ദേഹം താമസിച്ച് തൻ്റെ തുടർന്നുള്ള സേവനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൻ്റെ തുടർന്ന് അദ്ദേഹം കൂടുതൽ ആതുര സേവനത്തിലൊക്കെ ഇൻവോൾവ് ആകാൻ തുടങ്ങി. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് അവരിലേക്ക് രോഗികളെ സന്ദർശിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ പാവങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ, ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ആതുര സേവനത്തിൽ വളരെ താല്പര്യത്തോടു കൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. സെർവൈറ്റ്സ് ഓഫ് മേരി എന്ന് പറയുന്ന സഭയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ വളരെ കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വിശുദ്ധ പെരഗ്രിനും ഇതേ ആധ്യാത്മികത വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ എടുക്കുവാനായിട്ട് തുടങ്ങി, പ്രത്യേകിച്ച് ഉപവസിക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ തനിക്ക് ഏതെല്ലാം വിധത്തിലൊക്കെ കഠിനമായ രീതിയിൽ തൻ്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഉള്ള രീതിയിലുള്ള ശാരീരിക പീഡകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുമോ അതൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്, പെരഗ്രിൻ പ്രത്യേകിച്ച് നിന്നാണ് കൂടുതൽ സമയം പ്രാർത്ഥിച്ചിരുന്നത്. അതായത് ഇരിക്കേണ്ട അവസരങ്ങൾ വരുമ്പോഴെല്ലാം നിന്ന് അല്ലെങ്കിൽ മുട്ടുമേ നിന്ന് അങ്ങനെ മാത്രമേ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അപ്പോൾ നീണ്ട മണിക്കൂറുകളൊക്കെ അദ്ദേഹം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. അങ്ങനെ വളരെ കാലങ്ങൾ, എത്രയോ വർഷങ്ങൾ അദ്ദേഹം ഇതേ രീതിയിലുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ അദ്ദേഹം തുടർന്നുകൊണ്ടുപോയി. അതുകൂടാതെ തന്നെ അദ്ദേഹം ബെഡിന് പകരം അദ്ദേഹം നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. അങ്ങനെ ഇത്തരം രീതിയിലുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ പീഡകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുവാനായിട്ട് തുടർന്നു.
അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സ് പ്രായമായപ്പോൾ ആണ് അത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പെരഗ്രിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു അദ്ദേഹം ഏറെ മണിക്കൂറുകളൊക്കെ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്ര കഠിനമായ തപസ്സെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ശരീരത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പിന്നീട് വരുവാനായിട്ട് തുടങ്ങി. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ വലിയൊരു വ്രണം രൂപപ്പെടുവാനായിട്ട് തുടങ്ങി. ആ ഒരു വ്രണം കാരണം അദ്ദേഹത്തിന് കഠിനമായ വേദനകൾ സഹിക്കേണ്ടി വന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോഴാണ് ഇത് ഒരു ക്യാൻസറാണ് തൻ്റെ കാലിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഡോക്ടേഴ്സ് പരിശോധനയിൽ സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ആ കാല് മുറിച്ച് കളയണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ അവസാനം എത്തുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ പെരഗ്രിന് അത് എപ്രകാരം ഇത് ദൈവതിരുഹിതമാണോ അല്ലയോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അത് സ്വീകരിച്ചു. അങ്ങനെ ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളയുവാനായിട്ടുള്ള തീയതി നിശ്ചയിച്ച് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കുവാനായിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി പെരഗ്രിന് ദൈവതിരുഹിതം എന്തെന്നറിയില്ല. പക്ഷേ ആ ഒരു രാത്രി അദ്ദേഹം കൂടുതലായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ കാലിലെ ഈ മുറിവ് ഉണങ്ങാതെ തന്നെ ഇത് കാല് മുറിച്ച് കളയണം എന്നുള്ളത് അങ്ങയുടെ തിരുഹിതമാണെങ്കിൽ മാത്രം അത് നിറവേറട്ടെ, ഇല്ലെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ പ്രാർത്ഥനാ സമയം അദ്ദേഹം പ്രാർത്ഥിച്ച് പിന്നെ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയം അദ്ദേഹം ഇങ്ങനെ കാണുന്ന യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. കരങ്ങൾ വിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് ദർശനത്തിൽ. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിന് അപ്പുറമാണ്. അദ്ദേഹം പിറ്റേ ദിവസം അന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലെ ആ ഒരു മുറിവ് പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ക്യാൻസർ എന്ന് ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ച ഒരു സംഭവമാണ് ഇവിടെ യേശുവിൻ്റെ ആ ഒരു ഇടപെടലിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ പൂർണ്ണമായ സൗഖ്യം ആ ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ സർജറിക്ക് വിധേയനാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ കണ്ട് ഡോക്ടേഴ്സ് വരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതെപ്രകാരം സംഭവിച്ചു എന്ന് അവർക്ക് പോലും വളരെയധികം ആശ്ചര്യം തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ആ ഒരു സൗഖ്യം എന്നുള്ളത്. ഈ ഒരു കാരണത്താലാണ് അദ്ദേഹത്തെ ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായിട്ട് തിരുസഭ നിയോഗിച്ചിരിക്കുന്നത്. ഇന്നും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം വഴി നിരവധി സൗഖ്യങ്ങൾ നടക്കുന്നു. പെരഗ്രിൻ്റെ ജീവിതത്തിൽ അന്ന് യേശു തൊട്ട് ക്യാൻസർ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം അനേക നാളുകൾ കൂടി ജീവിച്ചു. 60-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. 1345 അദ്ദേഹത്തിൻ്റെ 85-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാലഘട്ടം അദ്ദേഹം പിന്നീടും ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സൗഖ്യമായി തീർന്നുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിലൂടെ ധാന്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു അത്ഭുതം നടന്നതായിട്ട് പറയപ്പെടുന്നു. അതുകൂടാതെ അനേകം രോഗികളെ സന്ദർശിച്ച് അദ്ദേഹം സൗഖ്യം നൽകിയതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗഖ്യം നൽകുന്ന രീതി ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം രോഗികളുടെ അടുത്ത് ചെന്ന് ജീസസ് അല്ലെങ്കിൽ യേശു എന്ന് അവരുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുമായിരുന്നു. അങ്ങനെ ആ യേശു എന്നുള്ള ആ ഒരു പേര് പറയുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നതായി പറയപ്പെടുന്നു. അങ്ങനെ പെരഗ്രിൻ്റെ മധ്യസ്ഥതയിലൂടെ വലിയ വലിയ അത്ഭുതങ്ങൾ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗം മാത്രമല്ല, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യ സ്വഭാവം അല്ലെങ്കിൽ അക്രമ സ്വഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം വഴി പ്രത്യേകമായിട്ടും ഇപ്രകാരം ദേഷ്യ സ്വഭാവമുള്ളവർക്കും അതുപോലെ തന്നെ അക്രമ സ്വഭാവമുള്ളവർക്കൊക്കെ പ്രത്യേകമായിട്ട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധ പെരഗ്രിൻ. ക്യാൻസർ രോഗത്തോടൊപ്പം തന്നെ മറ്റ് മാരകമായ രോഗങ്ങൾക്ക് വേണ്ടി അത്തരം രോഗങ്ങളാൽ വലയുന്നവർക്ക് മധ്യസ്ഥം വഹിച്ച്
പ്രാർത്ഥിക്കുവാനായിട്ടും പെരഗ്രിനോട് നമുക്ക് പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വിശുദ്ധ പെരഗ്രിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിൽ ഉണ്ടായ ഒരു സ്പാർക്ക്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ ലഭിച്ച ആ ഒരു അനുഭവത്തിൽ നിന്നാണ് പിന്നീട് പെരഗ്രിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെ മാനസാന്തരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടെത്തിയ ആ ഒരു നിമിഷം മുതൽ പിന്നീട് അദ്ദേഹം ക്രിസ്തുവിനെ അടുത്ത് അനുഗമിച്ച ഒരനുഭവമാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇപ്രകാരം നമ്മൾക്കും ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ കണ്ടെത്തുവാനായിട്ടും അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ടും അവിടുത്തെ അടുത്ത് അനുഗമിക്കുവാനായിട്ടും നമുക്കും പരിശ്രമിക്കാം. ആയിരത്തി 609 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1726 ബെനഡിക്റ്റ് 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്കും ഉയർത്തി. വിശുദ്ധ പെരഗ്രിൻ്റെ മരണസമയത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക. അവിടെ വലിയൊരു ജനക്കൂട്ടം, അസാധാരണമായ വിധം ജനക്കൂട്ടം അവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത്, ആ മരണസമയത്ത് പോലും അവിടെ എത്തിയവരുടെ അനേകം രോഗികൾക്ക് സൗഖ്യം ലഭിച്ചതായി പറയപ്പെടുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം വഴിയാണെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശുദ്ധ പെരഗ്രിൻ തൻ്റെ ജീവിതകാലത്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷവും വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗസൗഖ്യം കൂടാതെ അദ്ദേഹത്തെ നല്ല ഉപദേഷ്ടാവ് എന്നുകൂടി ജനങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ വിളിച്ചിരുന്നു. കാര്യം തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ നല്ല ഉപദേശങ്ങൾ നൽകുവാനായിട്ട് വിശുദ്ധ പെരഗ്രിൻ പരിശ്രമിച്ചിരുന്നു. അതിനാൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറയുകയുണ്ടായ അദ്ദേഹം ധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം ചെയ്തിരുന്നുവെന്ന്. അത് ഇപ്രകാരമാണ് ആ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ആയിരുന്ന ആ ഒരു നാട്ടിൽ പെട്ടെന്ന് വലിയൊരു ക്ഷാമമുണ്ടായപ്പോൾ ആ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ അവിടെ അവർക്ക് ആവശ്യമായ ധാന്യവും വീഞ്ഞും അവിടെ എല്ലാവർക്കും, ജനങ്ങൾക്കെല്ലാം ആകുന്ന അത്രത്തോളം അവർക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വഴിയും അവർക്ക് ലഭിക്കുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ എല്ലാവിധത്തിലും രോഗസൗഖ്യത്തിന് പുറമെ നല്ല ഉപദേശങ്ങൾ നൽകുന്നതിനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അത് കണ്ടറിഞ്ഞ് അതിൽ ശക്തമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ വിശുദ്ധ പെരഗ്രിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം വിശുദ്ധ പെരഗ്രിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടാം. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള ക്യാൻസർ രോഗത്താൽ വലയുന്നവർക്ക് വേണ്ടിയിട്ടും അതുകൂടാതെ എയ്ഡ്സ് തുടങ്ങിയ മറ്റു മാരക രോഗങ്ങളാൽ വലയുന്നവർക്ക് വേണ്ടിയിട്ടും വിശുദ്ധ പെരഗ്രിൻ്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.